എല്ലാവർക്കും നമസ്കാരം. ടാലന്റ് കോച്ചിങ് സെന്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദശാംശ രൂപങ്ങൾ അഥവാ ഡെസിമൽ ഫോംസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഇത് നിങ്ങൾ 6ാം ക്ലാസ്സിലത്തെ പാഠം പഠിച്ചിട്ടുണ്ട് ദശാംശ സംഖ്യകളെന്ന്. പക്ഷെ ഇവിടെ ചാപ്റ്ററിന്റെ പേര് വ്യത്യാസം വന്നിട്ടുണ്ട്. ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ദശാംശ സംഖ്യകൾ അറിയാം അല്ലെ. പോയിന്റ് കഴിഞ്ഞ് സംഖ്യകൾ എഴുതുക, ദശാംശത്തിന് ശേഷം എന്ത് ചെയ്യുക, സംഖ്യകൾ എഴുതുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. ഉദാഹരണത്തിനായിട്ട് ഏതൊരു ഭിന്നസംഖ്യയ്ക്ക് നമുക്ക് എന്തുണ്ടെന്ന് അറിയാം, ദശാംശ രൂപങ്ങളുണ്ടെന്ന് അറിയാം. ഏതൊരു ഭിന്നസംഖ്യയ്ക്ക് നമുക്ക് എന്തുണ്ടെന്ന് അറിയാം, ദശാംശ രൂപമുണ്ടെന്ന് അറിയാം. ഇവിടെ ഒന്നാമത്തെ ഭിന്നസംഖ്യ എഴുതുന്ന 3/10 അല്ലെങ്കിൽ 10ൽ 3 എന്ന ഭിന്നസംഖ്യയാണ് എഴുതുന്നത്. ഇതിന്റെ ദശാംശ രൂപം എത്രയായിരിക്കും നോക്കാം. താഴെ 10. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് താഴത്തെ ഛേദങ്ങളെ ഏതൊക്കെയാണ് നോക്കാം. ഛേദങ്ങൾ നോക്കാം. 10 10ന്റെ കൃതികളോ ആയിരിക്കണം. ഛേദങ്ങൾ എന്തായിരിക്കണം, 10 10ന്റെ കൃതികളോ ആയിരിക്കണം. നമുക്ക് നേരിട്ട് അവ എന്തായിട്ട് എഴുതാൻ പറ്റും, ദശാംശ രൂപമായിട്ട് എഴുതാൻ പറ്റും. 10ന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുക, 10ന്റെ ഒന്നാമത്തെ കൃതി എത്രയാണ്, 10 തന്നെയാണ്. അതിനർത്ഥം എന്താണ്, 10/1. 10/1. അടുത്ത് 10ന്റെ രണ്ടാമത്തെ കൃതി എത്രയാണ്, 10/2. അതിന്റെ ആൻസർ 100 എന്നാണ് അല്ലെ. അടുത്ത കൃതി എത്രയായിരിക്കും, 10/3 എന്നാണ്. അതിന്റെ ആൻസർ 1000 എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ന്റെ കൃതികളായിരിക്കും ഛേദമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യകളെ നേരിട്ട് എന്തായിട്ട് എഴുതാൻ പറ്റും, ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കാം, 3/10 അല്ലെങ്കിൽ 10ൽ 3 അല്ലെ. താഴെ വന്നിരിക്കുന്നത് 10 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക. എത്ര പൂജ്യമുണ്ട്, ഒരു പൂജ്യമുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. അപ്പൊ സംഖ്യ ഏതാണ്, 3 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് 3 മാത്രമേ ഉള്ളൂ, ഒറ്റ സംഖ്യയിലേ ഉള്ളൂ. അപ്പൊ 0.3 അല്ലെങ്കിൽ ദശാംശം 3. പാസത്തിന് 0.3. അപ്പൊ 3/10ന്റെ ദശാംശ രൂപം എത്രയാണ്, 0.3 ആണ്. ഇനി അടുത്ത സംഖ്യ നോക്കാം. അടുത്ത സംഖ്യ 27/100. 27/100. ഇതിന്റെ ദശാംശ രൂപം എത്രയായിരിക്കും നോക്കാം. 1 കഴിഞ്ഞ് എത്ര പൂജ്യമുണ്ട്, 2 പൂജ്യമുണ്ട്. 10ന്റെ എത്രാമത്തെ കൃതിയാണ്, രണ്ടാമത്തെ കൃതിയാണ്. ഇനി നോക്കാം, 1 കഴിഞ്ഞ് എത്ര പൂജ്യമുണ്ട്, 2 പൂജ്യമുണ്ട്. അപ്പൊ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ നോക്കാം, 27. 2 സ്ഥാനം മാറ്റി സ്ഥാനങ്ങൾ കണക്കാക്കുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കണം, വലത് നിന്ന് ഇടത്തോട്ടാണ് സ്ഥാനങ്ങൾ കണക്കാക്കേണ്ടത്. വലത് നിന്ന് എങ്ങോട്ട് കണക്കാക്കണം, ഇടത്തോട്ട് കണക്കാക്കണം. ഇവിടെ എത്ര പൂജ്യമുണ്ട്, 2 പൂജ്യമുണ്ട്. അപ്പൊ വലത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇടത് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കണക്കാക്കാം. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 1 2 0.27. അപ്പൊ ആൻസർ എത്രയാണ്, 0.27 അല്ലെങ്കിൽ ദശാംശം 27 കിട്ടും. അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം, വേറൊരു സംഖ്യ നോക്കാം. 243/100. 100 അല്ല, 1000. 243/1000. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, ദശാംശം കഴിഞ്ഞ് നമുക്ക് എത്ര സ്ഥാനം മാറ്റി പോയിടണം, 1 കഴിഞ്ഞിട്ട് 3 പൂജ്യം ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എത്ര, 3 സ്ഥാനം മാറ്റി പോയിടണം. അപ്പൊ ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. ആദ്യം സംഖ്യ നമുക്ക് എഴുതി നോക്കാം. 243. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. എവിടെ നിന്ന് എഴുതി തുടങ്ങാം, വലത് നിന്ന് ഇടത്തേക്ക് നോക്കാം. 1 2 3. അപ്പൊ എത്ര എഴുതി, 0.24. 0.24 ദശാംശം 243 കിട്ടും. ഇനി നമുക്ക് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെ ദശാംശ രൂപങ്ങളെ എങ്ങനെ ഭിന്നസംഖ്യയായിട്ട് എഴുതും നോക്കാം. പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത്. നമ്മൾ നോക്കാം എങ്ങനെയാണ് ദശാംശ രൂപങ്ങളെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്, ഭിന്നസംഖ്യ രൂപങ്ങളാക്കി മാറ്റുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 0.7. 0.7 നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഛേദങ്ങൾ എങ്ങനെയായിരിക്കണം, 10ന്റെ കൃതികളായിരിക്കണം. 10ന്റെ കൃതികൾ ഏതൊക്കെ പറയും, 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, 10000 ഉണ്ട്, ലക്ഷമുണ്ട്. ഇങ്ങനെ ഏത് സംഖ്യ വേണം നമുക്ക് എന്ത് ചെയ്യാം, 10ന്റെ കൃതിയായിട്ട് വരാം. അപ്പൊ ഇവിടെ നോക്കാം. ആദ്യം 0.7. 0.7 ഇത് എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം 7 തന്നെ എഴുതാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഛേദമാണ്. നമുക്ക് നോക്കാം, അംശം കിട്ടി. വരയ്ക്ക് മുകളിലുള്ള ഭാഗം അംശം, വരയ്ക്ക് താഴെയുള്ള ഭാഗം ഛേദം. പിന്നെ സംഖ്യയുടെ റോഡ്. ഇനി നമുക്ക് നോക്കാം 0.7. നമുക്ക് സംഖ്യ ആദ്യം എഴുതാം, 7. ഇനി നമുക്ക് നോക്കാം, ദശാംശത്തിന്റെ എത്ര സ്ഥാനമുണ്ട്, ഒരു സ്ഥാനമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 7/1 ഒരു പൂജ്യവും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ 7/10 ഇതാണ് ആൻസർ. ഇനി അതേപോലെ നമുക്ക് വേറെ രൂപം നോക്കാം. 0.97. 0.97 ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ദശാംശങ്ങൾക്ക് എത്ര സ്ഥാനമുണ്ട്, 2 സ്ഥാനമുണ്ട് അല്ലെ. അപ്പൊ ആകെ നമുക്ക് സംഖ്യ എടുത്ത് എഴുതാം, 97 എന്ന സംഖ്യ എഴുതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ്, ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് നോക്കാം. എത്ര സ്ഥാനങ്ങളുണ്ട്, 2 സ്ഥാനങ്ങളുണ്ട്. 1 2. അപ്പൊ എത്രയായിരിക്കും, 1 നമ്മൾ എത്ര പൂജ്യം കൂടെ എഴുതേണ്ടി വരും, 2 പൂജ്യം കൂടെ എഴുതേണ്ടി വരും. അപ്പൊ എത്ര, 97/100. അതേപോലെ നമുക്ക് അടുത്തൊരു സംഖ്യ നോക്കാം. 900 ദശാംശം 973. 973.
ഇതിന്റെ ഭിന്നസംഖ്യ രൂപം വരുമ്പോ എങ്ങനെ വരും നോക്കുക. ദശാംശം എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമുണ്ട്. അപ്പൊ ആദ്യമേ സംഖ്യ അങ്ങ് എടുത്ത് എഴുതുക. എത്രയാണ്? 973. ഇനി എന്ത് ചെയ്യാൻ നോക്കാം. ഇനി ഛേദമായിട്ട് വരേണ്ട സംഖ്യ നോക്കേണ്ട. ദശാംശമായിട്ട് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3 ഉണ്ട്. 10ന്റെ അടുത്ത കൃതി വരും അല്ലേ? എത്രയാണ്? 1 എത്ര പൂജ്യം വേണം? 3 പൂജ്യം വേണം. അപ്പൊ 973/1000 ഇതാണ് നമ്മൾ എന്ത് വരുന്നത്? 0.97 അല്ലെങ്കിൽ ദശാംശം 973ന്റെ എന്ത് വരുന്നത്? ഭിന്നസംഖ്യ രൂപമാണ്, ഫ്രാക്ഷൻ ഫോം വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കാൻ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻസിനെ ഡെസിമൽ ആക്കിയ മാർഗം നോക്കാം. എത്രയാണ്? 3/10 ആൻഡ് നമ്മൾ ഡെസിമൽ ഫോം 0.3. നമുക്ക് ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ഏത് നമ്പറാണ് വരാൻ നോക്കാം. ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് ആയിരിക്കണം. 10ന്റെ എന്തായിരിക്കണം? പവേഴ്സ് ആയിരിക്കണം. 10ന്റെ പവേഴ്സ് ആണ് നേരത്തെ പറഞ്ഞ എത്രയാണ്? 10⁻1, 10⁻2, 10⁻3. 10⁻1 എന്ന് പറയുമ്പോൾ തന്നെയാണ് 10 തന്നെയാണ്. 10⁻2 ആവുമ്പോഴോ 100 ആവും. 10⁻3 ആവുമ്പോഴോ 1000 ആവും. അപ്പൊ നമുക്ക് നോക്കാം. ഡിനോമിനേറ്റർ വരേണ്ടത് ഏതായിരിക്കണം? 10ന്റെ പവേഴ്സ് ആയിരിക്കണം. 10ന്റെ എന്തായിരിക്കണം? പവേഴ്സ് ആയിരിക്കണം. ഒന്നാമത് 3/10 ആണ് അല്ലെ? നമുക്ക് നോക്കാം. 1 എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യമുള്ളൂ. അപ്പൊ എത്ര? ഒരു പൊസിഷൻ മാറ്റി നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് എടുക്കുക. ഒരു പൊസിഷൻ മാറ്റി എന്ത് ചെയ്യുക? പോയിന്റ് എടുക്കുക. പൊസിഷൻ മാറ്റുമ്പോൾ പ്ലേസ് മാറ്റി. പൊസിഷൻ പ്ലേസ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എവിടെ നോക്കണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുക. റൈറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് നോക്കുക? ലെഫ്റ്റിലേക്ക് നോക്കുക. അപ്പൊ നോക്കാം 3 റൈറ്റ് ലെഫ്റ്റ് ഒരു പോയിന്റ്, ഒരു പ്ലേസ് ഉള്ളൂ അല്ലെ? ഒരു പ്ലേസ് മാറ്റുമ്പോൾ എന്ത് ചെയ്യാം? പോയിന്റ് കൊടുക്കുക. അടുത്ത് 27/100 എത്ര സംഖ്യയുണ്ട്? എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. 1 എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? 2 പ്ലേസ് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇടാം. അപ്പൊ വലത് നിന്ന് ഇടത്തേക്ക് എത്ര? 2 പ്ലേസ് മാറ്റുക. 1, 2. അപ്പൊ എത്ര ഇടും? 0.27 ഇടും. 0.27 ഇടും. അടുത്ത നോക്കാം. 243/1000 അത് നമുക്ക് നോക്കാം. പോയിന്റ് എത്ര സ്ഥാനം ഇടണം? 3 സ്ഥാനം അല്ലെ? എത്ര? 1 എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ എന്ത് തന്നെയാണ്? പവർ തന്നെയാണ്. അപ്പൊ നോക്കാം. 3 സ്ഥാനമാക്കി പോയിന്റ് എടുക്കാം. വലത് നിന്ന് ഇടത്തേക്ക് 2, 4, 3 അല്ലെ? അപ്പൊ നോക്കാം. 1, 2, 3 3 സ്ഥാനം മാറ്റി എന്ത് ചെയ്യുക? പോയിന്റ് എടുക്കുക. അപ്പൊ 0.243 ഇടും. ഇനി നമ്മൾ അടുത്ത പറഞ്ഞ പോയിന്റ് എന്താണ്? ഡെസിമൽസ് നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്? ഫ്രാക്ഷൻസിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഡെസിമൽസ് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാണ്? ഫ്രാക്ഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ നോക്കാം. 0.7 പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും നമ്മൾ എന്ത് ചെയ്യണം? 1 ഇട്ടിട്ട് അത്രയും 0 കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നോക്കാം. 0.7 അപ്പൊ എത്രയേ ഉള്ളൂ? പോയിന്റ് ആയിട്ട് എത്ര? 1 പ്ലേസ് അല്ലെങ്കിൽ 1 പ്ലേസ് ഒരു പൊസിഷനേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 7/10 എന്ന് കൊടുക്കുക. 7/10 എന്ന് കൊടുക്കുക. 10 എന്ന് കൊടുക്കുക. അടുത്ത് 0.97 അപ്പൊ എത്ര വരും? പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട് അല്ലെ? അപ്പൊ ഒന്നും എത്ര പൂജ്യം ഇട്ട് കൊടുക്കുക? 2 പൂജ്യം ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കേണ്ടത് തന്നെയായിരിക്കണം? 10ന്റെ പവേഴ്സ് തന്നെയായിരിക്കണം നോക്കേണ്ടത്. 0.97 അപ്പൊ നമുക്ക് എത്ര കിട്ടും? 97/100 കിട്ടും. 100 എന്ന് കിട്ടും. അടുത്തത് തന്നെ 0.973 പോയിന്റ് എത്ര പ്ലേസുകളുണ്ട്? 3 പ്ലേസുകളുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ നോക്കാം. 973/1000 എന്ന് കിട്ടും. ഓക്കെ. ഇനി അത് നമ്മൾ നോക്കാൻ പോകുന്നത് ദശാംശ സംഖ്യയുടെ പിരിച്ചെഴുതുന്ന രീതിയാണ്. പിരിച്ചെഴുതുന്ന പ്രധാന ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. 0.91 അല്ലെ? 0.91 ഇത് നമ്മൾ ആദ്യം എങ്ങോട്ടേക്ക് മാറ്റുക? ഫ്രാക്ഷനായിട്ട് ചേഞ്ച് ചെയ്യുക. ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 91/100 വരും. കാരണം എന്താണ്? പോയിന്റ് ആയിട്ട് 2 സ്ഥാനമുണ്ട് അല്ലെ? 0.91 ഇത് നമ്മൾ അങ്ങനെ പിരിച്ചല്ല. നമ്മളങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ എത്രയായിട്ട് വരും? 91/100 വരും. ഈ 91/100 നമ്മൾ ആദ്യമേ പിരിക്കാൻ പോകുന്നത് അല്ലെ? 91/100 നമുക്ക് എങ്ങനെ പിരിക്കാം? 90/100 അധികം 1/100 എഴുതിക്കൂടെ? 91 എത്ര തന്നെയാണ്? 91 തന്നെയാണ് അല്ലെ? പിന്നെ ഛേദങ്ങൾ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 91 തന്നെ കിട്ടും. 91/100 തന്നെ കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ ചെയ്യുന്നതാണ് 91 നമ്മൾ എങ്ങനെ പിരിച്ച് ചെയ്യും അല്ലെ? 91/100 നമ്മൾ എങ്ങനെ പിരിച്ച് ചെയ്ത്? 90/100 അധികം 1/100. ഇങ്ങനെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് വെച്ചാൽ 90/100 രണ്ടിടത്ത് നമുക്ക് 0 ഉണ്ടല്ലേ? അവസാനം 0 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് രണ്ടിനും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പെട്ടികളാണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും ആൻസർ? അവസാനത്തെ ആൻസർ എങ്ങനെ വരും? 9/10 അധികം 1/100 വരും. 9/10 അധികം 1/100 വരും. ഈ ഒരു പോയിന്റ് ക്ലിയർ ചെയ്ത് നോക്കാം. 9/10 അധികം 1/8 വരും. 100 വരും. ഇതേപോലെ അടുത്തൊരു 3 പോയിന്റ് 3 സംഖ്യ എന്നാണ് നോക്കാൻ പോകുന്നത്. പോയിന്റ് 3 സംഖ്യ ഉദാഹരണമായിട്ട് 0.673 0.673 നമുക്ക് ഇതിനെ ആദ്യം എന്തായിട്ട് മാറ്റുക? ഒരു ഭിന്നസംഖ്യ രൂപമായിട്ട് മാറ്റുക അല്ലെ? ഭിന്നസംഖ്യ രൂപമായിട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരും? 673 പോയിന്റ് എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമുണ്ട് അല്ലെ? അപ്പൊ 1 എത്ര പൂജ്യം ഇടണം? 3 പൂജ്യം ഇടണം. അപ്പം 0.673യുടെ ഫ്രാക്ഷൻ ഫോം ഏതാണ്? 673/1000. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ? നമുക്ക് ഇങ്ങനെ എഴുതാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 600/1000
എത്ര വരും? 3 സ്ഥാനം അല്ലേ? 1000 600/1000 അധികം അടുത്ത രണ്ടാം സ്ഥാനം അല്ലേ? അപ്പൊ എത്ര വരും? 70 എത്ര വരും? 100 വരും. 1000 വരും. 70/1000 അധികം അടുത്ത ഏതാണ് പറയേണ്ടത്? 3/1000 വരും. 3/1000. ഇവിടെ നോക്കാം. ഇവിടെ 6 2 പൂജ്യം ഉണ്ട് അല്ലേ? താഴെ എത്ര? 1 3 പൂജ്യം ഉണ്ട്. 2 പൂജ്യം എന്ത് കോമൺ ആയിട്ട് ഒന്നേക്കല്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 6/10 വരും. അടുത്ത് ഇവിടെ ആണെങ്കിലോ 7 1 പൂജ്യം താഴെ 1 പൂജ്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ എത്ര വരും? 7/100 എന്ന് വരും. അടുത്ത് ഇവിടെ ആണെങ്കിലോ 3/1000 വരും. അപ്പൊ എഴുതുമ്പോ എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ അവസാന രൂപ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുമ്പോ? 6/10 അടുത്ത ഏത് വന്നു? 7/100 അടുത്ത ഏത് വന്നു? 3/1000 എന്ന് വന്നു. ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ട് ഒരു രൂപ വന്നോ? നോക്കാം. ഒന്നാമത്തെ സംഖ്യ 9/10 അല്ലേ? അടുത്ത സംഖ്യ നമുക്ക് ഇങ്ങനെ വന്നു 1/100 വന്നു. ഇവിടെ ആണെങ്കിലോ 6/10 7/100 3/1000. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാത്തിന്റെ സ്ഥാനങ്ങൾ നോക്കുക. പോയിന്റ് എടുത്ത് തൊട്ടടുത്ത് വന്ന സംഖ്യ ഏതാണ്? എത്രയാണ് വന്നത്? 10 ആണ് അല്ലേ? ഇവിടെ നോക്കൂ. പോയിന്റ് തൊട്ടടുത്ത സംഖ്യ 6 അല്ലേ? 6/10. ഇവിടെ ആണെങ്കിലോ പോയിന്റ് തൊട്ടടുത്ത സംഖ്യ 9 ആണ്. 9/10. അപ്പൊ നോക്കുക, പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസിൽ വന്ന സംഖ്യ നോക്കുക. ഫസ്റ്റ് പ്ലേസ് വന്ന സംഖ്യ ഏതാണ് ഡിനോമിനേറ്റഡ് വന്നത്? 10 ആണ് ഡിനോമിനേറ്റഡ് വന്നത്. 10 അല്ലേ? ഇവിടെ നോക്കുക 6 അതിന് ഡിനോമിനേറ്റഡ് വന്നത് 10 ആണ് വന്നത്. അടുത്ത രണ്ടാമത്തെ സംഖ്യ ഇവിടെ 1 അതിന് ഡിനോമിനേറ്റർ നമുക്ക് എത്ര വന്നു? 100 വന്നു. അതിന് ഛേദം എത്ര വന്നു? 100 വന്നു. ഇവിടെയാണെങ്കിലോ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 7 ആണ്. 7/100 വന്നു. അടുത്ത മൂന്നാമത്തെ സംഖ്യ, ഇവിടെ മൂന്നാമത്തെ സംഖ്യ ഇല്ല, അവിടെ നമ്മൾ എന്ത് ചെയ്തു? നിർത്തി. ഇവിടെ മൂന്നാമത്തെ സംഖ്യ നോക്കാം 3/1000 അല്ലേ? അപ്പൊ നോക്കാം ഓരോ സ്ഥാനങ്ങൾ നമ്മൾ സാധാരണ 5ാം ക്ലാസ്സിലെ സംഖ്യയുടെ സ്ഥാനങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇതാണ് 123. ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഏതാണ്? 3 ആണ് അല്ലേ? രണ്ട് സ്ഥാനങ്ങളാണ് 10ന്റെ സ്ഥാനം. 1000 എവിടെയാണെങ്കിലോ 1000 100 എവിടെയാണെങ്കിലോ 1. അപ്പൊ ഒറ്റ 10 100 അതേ രീതിയിൽ തന്നെ ഇവിടെയും വന്നിരിക്കണം. പക്ഷെ ഒറ്റ 10 100 10 അതേപോലെ എത്ര? 100 സ്ഥാനം 1000 സ്ഥാനം. ഇതാണ് സ്പ്ലിറ്റ് എഴുതുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സ്ഥാനങ്ങൾക്കും നമ്മൾ നോക്കുക. ഒന്നാമത്തെ സ്ഥാനം പോയിന്റ് ഒന്നാമത്തെ സ്ഥാനം എത്രയാണ്? ചെയ്യണം 10 ആയിരുന്നു. അപ്പം എങ്ങനെ എഴുതാം? 10 സ്ഥാനം പറയാം. എവിടെയാണെങ്കിലോ രണ്ടാമത് 100 സ്ഥാനം പറയാം. മൂന്നാമത് വന്നാലോ 1000 പറയാം. നാലാമത് വന്നാലോ 10,000 പറയാം. അപ്പൊ ഈ ഒരു കാര്യം ആദ്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ സ്പ്ലിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ആദ്യം നോക്കുക, ആദ്യം ഭിന്നസംഖ്യയായിട്ട് എഴുതുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സംഖ്യയുടെ തുകയായിട്ട് എഴുതുക. തുകയായിട്ട് എഴുതിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? 9/10 1/100 വെക്കുക. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. പോയിന്റിയുടെ ആദ്യം വന്ന സ്ഥാനത്തിന്റെ ഛേദം എത്രയായിരിക്കും? 10 ആയിരിക്കും. രണ്ടാമത് വന്ന സ്ഥാനത്തിന്റെ ഛേദം എത്രയായിരിക്കും? 100 ആയിരിക്കും. മൂന്നാമത് വരുന്ന സംഖ്യയുടെ ആണെങ്കിലോ 1000 ആയിരിക്കും. ഇപ്പൊ ഛേദങ്ങൾ വരുന്ന കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക. അടുത്ത നമ്മൾ നോക്കേണ്ടത് 0.03 0.03. ഇതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം നോക്കാം. വലിയ പാടൊന്നുമില്ലല്ലേ? എത്രയാണ്? പോയിന്റിന് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എത്ര പൂജ്യം ഇടേണ്ടി വരും? 2 പൂജ്യം ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം എഴുതാൻ നോക്കാം. പോയിന്റ് കഴിഞ്ഞ് ഒന്നാമത്തെ സ്ഥാനം എന്താ വന്നിരിക്കുന്നത്? 0 ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞു പോയിന്റിന്റെ ഒന്നാമത്തെ സ്ഥാനം ഛേദം എത്രയായിട്ട് വരണം? 10 ഡിനോമിനേറ്റർ വരണം 10 ആയിട്ട് വരണം അല്ലെ? അപ്പൊ 0/10 ഇവിടെ സംഖ്യ 0 അല്ലേ? അപ്പൊ 0/10 പ്ലസ് അടുത്ത സംഖ്യ ഏത് വരും? 3/100 അല്ലേ? അടുത്ത സംഖ്യ ഏതാണ് വരേണ്ടത്? 3/100 എന്ന് വരും. 3/100 എന്ന് വരും. ഇപ്പൊ നമുക്ക് ഈ 0/10 നമുക്ക് ആൻസർ ഉണ്ടോ? ഇല്ല. നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 3/100 എന്നാണ് വരുന്നത്. നോക്കാം. 0.03 എത്ര? രണ്ടാമത്തെ മാത്രമേ വിലയുള്ളൂ അല്ലെ? 0ന് വിലയില്ല. പക്ഷെ എന്നാലും സ്ഥാനം നമുക്ക് എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 0/10 നമ്മൾ ആദ്യം എന്ത് എഴുതിയത്. അതിനുശേഷം എത്ര എഴുതി? 3/100 എന്ന് എഴുതി. നമ്മൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/100 എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ നോക്കാം. പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ സ്ഥാനം ഏത് ഛേദമാവുന്നത്? 10 ആണ് അല്ലെ? രണ്ടാമത്തെ സ്ഥാനം ഛേദം ഏത് വന്നു? 100 വന്നു. ഇനി അതേപോലെ തൊട്ടടുത്ത സംഖ്യ നോക്കാം. 0.0203 0.0203 ഇവിടെ നോക്കാം. ഒന്നാമത്തെ സ്ഥാനം ഏതാണ്? 0 ആണ് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം 0/10 അധികം. അടുത്താണ് രണ്ടാമത്തെ സ്ഥാനം അല്ലെ? 2. അപ്പൊ അവിടെ എങ്ങനെ വരും? 2/, എത്ര വരണം? 100 വരണം.
ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാനങ്ങൾ നോക്കാം. 10, 100. അടുത്ത മൂന്നാമത്തെ സ്ഥാനം വരുന്നത് എങ്ങനെ വരും? 0/1000 എന്ന് വരും. 0/1000 എന്ന് വരും. അടുത്ത സ്ഥാനം വരുമ്പോഴോ 3/10,000 എന്ന് വരും. അപ്പൊ ഇവിടെ എങ്ങനെ വന്നത്? 0/10 അധികം 2/100 അധികം 0/1000 അധികം 3/10,000. ഇവിടെ നമുക്ക് രണ്ട് സംഖ്യ ക്യാൻസൽ ചെയ്യാം അല്ലേ? 0/10 0/1000 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി എത്ര കിട്ടും? 2/100 അധികം 3/1000 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ സ്പ്ലിറ്റ് എഴുതിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ സ്പ്ലിറ്റ് എഴുതിയതിന്റെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്ഥാനം വരുന്ന സംഖ്യ നമുക്ക് എത്രയാണ് ഛേദം വരേണ്ടത്? 10 ആണ് ഛേദം വരേണ്ടത്. രണ്ടാമത്തെ ആണെങ്കിലോ 100 ആണ് ഛേദം വരേണ്ടത്. മൂന്നാമത്താണെങ്കിലോ 1000 ആണ് ഛേദം വരേണ്ടത്. നാലാമത്താണെങ്കിലോ 10,000 ആണ് ഛേദം വരേണ്ടത്. അപ്പൊ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസിലുള്ള നമ്പറിന് ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടത് എത്രയാണ്? 10 ആണ്. സെക്കൻഡ് നമ്പറിന് ഡിനോമിനേറ്റർ വരുന്നത് എത്രയാണ്? 100 ആയിരിക്കണം. തേർഡ് നമ്പറിന് ഡിനോമിനേറ്റർ വരുന്നത് എത്രയായിരിക്കണം? 1000 ആയിരിക്കണം. ഫോർത്ത് നമ്പറിന് എത്രയായിരുന്നു? 10,000 ആയിരിക്കണം. നോക്കുക, ഇതെല്ലാം 10ന്റെ പവേഴ്സ് അല്ലേ? 10ന്റെ എന്താണോ വന്നിരിക്കുന്നത്? കൃതികളാണോ വന്നിരിക്കുന്നത് അല്ലേ? 10/1, 10/2, 10/3, 10/4 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, അത് നമ്മൾ സംഖ്യ എഴുതുമ്പോൾ പറഞ്ഞാൽ ഒറ്റ 10 100 കണക്കാക്കുന്നത് പോലെ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നാമത്തെ സംഖ്യ നമ്മൾ ഏത് സ്ഥാനം കണക്കാക്കണം? 1/10. പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം സംഖ്യ നമ്മൾ എത്ര കണക്കാക്കണം? 1/10 എന്നുള്ള പ്ലേസ് ആയിട്ട് കണക്കാക്കണം. രണ്ടാമത് വരുന്ന സംഖ്യ നമ്മൾ എത്രയായിട്ട് കണക്കാക്കണം? 1/100 എന്നുള്ള പ്ലേസിൽ കണക്കാക്കണം. മൂന്നാമത് വരുന്ന സംഖ്യ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണക്കാക്കണം? 1/1000 എന്ന് കണക്കാക്കണം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എന്താണ് പഠിച്ചത്? നേരിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഭിന്നസംഖ്യയായിട്ട് എഴുതി അല്ലേ? നേരിട്ട് ഭിന്നസംഖ്യയായിട്ട് എഴുതി 10ന്റെ ഛേദങ്ങൾ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 10ന്റെ കൃതികൾ അല്ലെങ്കിൽ 10ന്റെ പവേഴ്സ് ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് എഴുതി? ഭിന്നസംഖ്യകളായിട്ട് എഴുതി. എന്നാൽ ബാക്കിയുള്ള ഭിന്നസംഖ്യകൾക്ക് നമുക്ക് എന്തുണ്ട്? ദശാംശ രൂപം ഉണ്ടെന്ന് അറിയാം. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് 2/1. ആദ്യം നോക്കുന്നതാണ് 2/1. 1/2. ഇതിന്റെ ഭിന്നസംഖ്യ രൂപം. ഇതിന്റെ ദശാംശ രൂപം എങ്ങനെ എഴുതണം? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ദശാംശ രൂപം എങ്ങനെ എഴുതണം ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം 10ന്റെ കൃതികളായിട്ടോ അല്ലെങ്കിൽ 10ഓ അതിന്റെ കൃതികളായിട്ടോ വന്നു കഴിഞ്ഞാൽ, 10ഓ അതിന്റെ പവേഴ്സോ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരിട്ട് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റുള്ളൂ എന്നറിയാം. പക്ഷെ ഇവിടെ നമുക്ക് ഛേദം എത്ര? 10 ആണോ? അല്ല, 2 ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 10ന്റെ ഒരു ഗുണിതമല്ലേ 2. അതാദ്യം ഒന്ന് ആലോചിക്കാം. 10ന്റെ ഗുണിതമാണ് എത്ര? 2. 2 ഞാൻ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടുമോ നോക്കാം. 10ന്റെ ഗുണിതമാണ് 2. അപ്പൊ അറിയാം 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ 2 × 5 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 10 കിട്ടും. അപ്പൊ നമുക്ക് 2നെ എന്തായിട്ട് മാറ്റാം? 10 ആയിട്ട് മാറ്റിക്കൂടെ? അപ്പൊ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2നെ 10 ആക്കി മാറ്റാൻ പോയിട്ട്. അപ്പൊ നോക്കാം, 1/2 ആണ് നമ്മുടെ ഭിന്നസംഖ്യ. ആരെന്ത് ചെയ്യണം? ഛേദം 10 ആക്കണം. എത്രയാണ്? 2നെ നമുക്ക് എത്ര കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും? 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ്, ഏതൊരു ഭിന്നസംഖ്യ എടുത്താൽ നമുക്ക് അതിന്റെ രൂപങ്ങൾ പല രീതിയിൽ മാറ്റാൻ പറ്റും. ആ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 1/2. ഇതിന്റെ മറ്റൊരു രൂപം നമ്മൾ എത്രയായിരിക്കും? വേണം നമുക്ക് 2/4 എന്നുള്ള അല്ലെ? അതേപോലെ 3/6 ഇത് തന്നെയാണ് 2/1 തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യയാണ്. ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ മുകളിച്ച അംശത്തിനും ചേർത്ത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ രൂപത്തിലുള്ള പല ഫ്രാക്ഷൻസ് കിട്ടും. ഒരേ വാല്യൂ ഉള്ള പല ഫ്രാക്ഷൻസ് കിട്ടും. ഇപ്പൊ ഒന്നാമത് ഞാൻ ചെയ്തത് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഏതാ? ന്യൂമറേറ്റർ അംശത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഛേദത്തിന് ഡിനോമിനേറ്റർ 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അംശത്തിനെ 2 കൊണ്ട് ഗുണിച്ചു, ഛേദത്തിനെ 2 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ 2/4. ഇത് എന്തിന്റെ വിലയ്ക്ക് തുല്യമാണ്? 2/1 എന്ന വിലയ്ക്ക് തുല്യമാണ്. അടുത്തത് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 3 3, 2 × 3 6. ഇത് എത്രയുടെ രൂപം തന്നെ? 2/1 മറ്റൊരു രൂപമാണ്. മുകളിലും താഴെ ഞാൻ എന്ത് ചെയ്തു? ഒരേ സംഖ്യ കൊണ്ട് എന്ത് ചെയ്തു? ഗുണിച്ചു. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. 2നെ ഞാൻ എത്രയാക്കി മാറ്റി? 10 ആക്കി മാറ്റി. എത്ര കൊണ്ട് ഗുണിച്ചു? 5 കൊണ്ട് ഗുണിച്ചു. അതേ സംഖ്യ തന്നെ എവിടെയും ഗുണിക്കുക? അംശത്തിലും ന്യൂമറേറ്ററിലും ഗുണിക്കുക. അപ്പം ഡിനോമിനേറ്റർ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത്, അതേ സെയിം നമ്പർ കൊണ്ട് എവിടെ മൾട്ടിപ്ലൈ ചെയ്യുക? ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 5/10 എന്ന് കിട്ടും. 5/8 കിട്ടും, 10 എന്ന് കിട്ടും. അപ്പൊ നമുക്കിത് രൂപയില്ലേ? ഛേദം 10 ആയില്ലേ? ഇനി നമുക്ക് നേരിട്ട് ദശാംശ രൂപ എഴുതിക്കൂടെ? ദശാംശ രൂപ എത്രയായിരിക്കും? 0.5. എന്നുവെച്ചാൽ എന്താ കാര്യം? ഛേദം 10 ആണ് അല്ലെ? ഒരു സ്ഥാനം മാറ്റി എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇട്ടാൽ മതി. ഒരു സ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റണം? വലതു നിന്ന് ഇടത്തേക്ക് മാറ്റണം. അപ്പൊ 5 ആണ്. ഇടത്തോട്ട് മാറ്റുമ്പോൾ ഒരു സ്ഥാനം മാറ്റി 0.5 എന്ന് കിട്ടും. ഇനി ഇതേപോലെ
ഇതിന്റെ തിരിച്ച് വേറെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ് 1/5. 1/5 ഇനി നമുക്ക് നോക്കാം. 5നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടോ? കിട്ടൂല്ലേ? ഏതാണ്? 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. നമുക്കറിയാം 5 × 2 ആണ് എത്ര? 10. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇത് രൂപ നമുക്ക് ഇത് മാറ്റാലോ. ആദ്യം എങ്ങനെ കിട്ടും? ആദ്യം നോക്കാം. 1/5. 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും? 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ ആ സംഖ്യ നമ്മൾ എവിടെയും ഗുണിക്കുക? മുകളിലും ഗുണിക്കുക. എന്ന് വെച്ചാൽ അംശത്തിലും ഗുണിക്കുക, ന്യൂമറേറ്ററിലും ഗുണിക്കുക. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? സെയിം നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 2/10 എന്ന് കിട്ടും. ആൻസർ 2/10. 2/10 നമുക്ക് മറ്റൊരു രൂപം എങ്ങനെ വരും? 0.2 അല്ലേ? 0.2 എന്ന് വരും. 0.2 അല്ലെങ്കിൽ 0.2 എന്ന് വരും. ദശാംശത്തിന് ഒരു 2 എന്ന് വരും. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോളുക. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഏതൊരു ഭിന്നസംഖ്യ നമുക്ക് എന്തായിട്ട് മാറ്റാം? ദശാംശ രൂപത്തിലോട്ട് മാറ്റാം. അപ്പൊ ആദ്യം ചെയ്ത ജോലി എന്തോന്നാണ്? 2-1 അല്ലേ? അത് ചേർന്ന് നോക്കുക. ചേർന്ന് നമ്മൾ 10ലേക്ക് മാറ്റി. 10 മാറ്റി കാരണം എന്താണ്? 2 10ന്റെ ഒരു ഗുണിതമാണ്. അപ്പൊ എങ്ങനെ ചെയ്തു? 2 × 5 10 അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ചേർന്ന് നമുക്ക് 10 ആക്കാൻ കിട്ടി. സംഖ്യ കിട്ടി. ഏതാണ്? 5 ആണ്. 5 കൊണ്ട് ചേർന്നാണ് ഡിനോമിനേറ്റർ ഞാൻ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്? ഒരു ഭിന്നസംഖ്യയുടെ ചേർത്ത് കുറിച്ച് അതേ സംഖ്യ കൊണ്ട് നമ്മൾ അംശത്തെയും കുറിച്ചാണ്. ചേർത്തിനെ കുറിച്ച് അതേ സംഖ്യ കൊണ്ട് അംശത്തെയും കുറിച്ച് കഴിഞ്ഞാൽ ഭിന്നസംഖ്യയുടെ വിലയിൽ എന്തോ ഉണ്ടാവില്ല? മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷെ എന്ത് ചെയ്യാം? രൂപത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മൾ 5 കൊണ്ട് കുറിച്ച് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. 1 5 കൊണ്ട് കുറിച്ച് 5 കിട്ടി. 5/10 അല്ലെങ്കിൽ 10/5 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം ചേർന്ന് 10 വന്നു അല്ലേ? 10 നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാം? ദശാംശ രൂപത്തിൽ കൂടെ 0.5 എഴുതാം. അതേപോലെ 5-1 ഇതേപോലെ തന്നെയാണ്. എത്രയാണ്? 10നെ ഗുണിതമാണ് 5 അല്ലേ? 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും? 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ ചേർന്ന് 2 കൊണ്ട് ഗുണിച്ചു. അതേപോലെ എവിടെയും കൂടെ ഗുണിക്കുക? അംശത്തിനും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 2/10 എന്ന് കിട്ടും. ആ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതുമ്പോഴോ 0.2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് 4-1. ഓക്കെ ആണല്ലോ? 4-1 അതേപോലെ 4-3 25-2 25-13 1/4 3/4 2/25 13/25. ഇതിനെ നമുക്ക് എങ്ങനെ നേരിട്ട് ദശാംശ രൂപത്തിലോട്ട് ആക്കാനാണ് നോക്കേണ്ടത്. 4 ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടുമോ? ഇല്ല അല്ലേ? പക്ഷെ 10ന്റെ കൃതികളെ ഏതെങ്കിലും സംഖ്യ കിട്ടുമെന്നാണ് നോക്കേണ്ടത്. 10 മാത്രമല്ല, 10ന്റെ കൃതികളായ 100 ആവാം, 1000 ആവാം, 10,000 ആവാം, ലക്ഷമാവാം, ഏത് സംഖ്യ വേണോ. അപ്പൊ അതിൽ ഏതെങ്കിലും കിട്ടുമെന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം 4 എന്ന് വെച്ചാൽ ഏതൊക്കെ സംഖ്യ കൊടുക്കണം? 4 2 × 2 4 അപ്പൊ അത് നമ്മൾ ആദ്യം കൊണ്ട് ഓർത്ത് വെക്കാം. എത്രയാണ്? 2 × 2 ആണ് എത്ര? 4 അല്ലെ? 2 × 2 ആണ് 4. 2നെ നമുക്ക് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അറിയാം ഏത് സംഖ്യ ഗുണിച്ചാൽ 10 കിട്ടും? 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും അല്ലെ? അപ്പൊ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നമുക്കറിയാം 4 എന്ന് വെച്ചാൽ 2 × 2 ആണ് 4. 2നെ നമുക്ക് എത്ര കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും? 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അങ്ങനെ നോക്കാം. 4 നമുക്ക് എത്ര പ്രാവശ്യം 2 ഉണ്ടെന്ന് പറയാം? 2 പ്രാവശ്യം എന്ന് പറയാം അല്ലെ? അപ്പൊ അതേപോലെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ മതി? 5നെയും 2 പ്രാവശ്യം എഴുതി എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് നോക്കാം. 5നെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 25 കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ ചെയ്ത ജോലി എന്താണ്? 1 × 5 × 5 എത്ര? 25. അതേപോലെ താഴെ എത്രയാണ്? 4 × 25. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 × 25 എത്ര നോക്കാം. എത്രയായിരിക്കും? 4 5 20 4 2 8 2 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും അല്ലെ? 4 × 25 എത്രയാണ്? 100 ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 25/100 എന്ന് കിട്ടും. 25/100 നോക്കാം. 10ന്റെ കൃതിയല്ലേ കിട്ടിയത്? 10/2 ആണ് കിട്ടിയത് അല്ലെ? അപ്പൊ 1 എത്ര 0 വന്നു? 2 0 വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0.25. താഴെ 100 വന്നോളൂ. നമ്മൾ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. എങ്ങോട്ട്? വലന്നിടത്തേക്ക്. അപ്പൊ 5 2 5 2 മാറ്റി പോയിന്റ് ഇട്ടു. ആൻസർ കിട്ടും 0.25 കിട്ടും. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ് വന്നത്? ഡിനോമിനേറ്റർ നമുക്ക് കിട്ടാം 4 4 എന്നാണ് കിട്ടിയ അല്ലെ? 4 എന്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്. 2 × 2 ആണ് നമുക്ക് 4 എന്ന് പറയുന്നത്. 2നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം 2 ആണ്? എത്ര ടൈംസ് 2 ആണ് നോക്കുക? 2 പ്രാവശ്യം നമുക്ക് കണ്ടത് അല്ലെ? അപ്പൊ അതും 5 എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കുക? 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക. അപ്പൊ 5 × 5 എത്രയെന്ന് കിട്ടും? നമുക്ക് 25 എന്ന് കിട്ടും. ആ 25 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടും? 25/100 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടും? 0.25 എന്ന് കിട്ടും. ഇനി ഇതും അതേപോലെ നോക്കാം. 4 നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞാൽ അല്ലെ? എത്രയാണ്? 25 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ? 3 × 25 ബൈ എത്ര വരും? 4 × 25. നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 × 25 എത്രയാണ്? 75 ആണ് അല്ലെ? ബൈ 4 × 25 ആകുമ്പോഴോ 100 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എത്ര കിട്ടി?
0.75. രണ്ട് സ്ഥാനം മാറ്റി, വലതുനിന്ന് എടുത്തിട്ട് രണ്ട് സ്ഥാനം മാറ്റി എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി, 75/100 എന്ന് കിട്ടും. ആൻസർ കിട്ടും 0.75 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. 4 ആകുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും, 5 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 5 ന് 5 എത്ര, 25. അപ്പൊ 4 ന് 25 100 എന്ന് വരും. 3 ന് 25 എന്ന് വരും, 75 എന്ന് വരും. അപ്പൊ 75/100 ആൻസർ നമുക്ക് കിട്ടും 0.75 എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ പറഞ്ഞ കാര്യം തന്നെ ഈ 4 തന്നെ നമുക്ക് അല്പം ഒന്ന് മാറ്റി എഴുതി കൂടെ. എങ്ങനെ എഴുതാം, 2/2 എന്ന് എഴുതാം അല്ലേ. അതേപോലെ 5 നമുക്ക് എങ്ങനെ എഴുതാം, 5/2 എന്ന് എഴുതാം. ഈ ഒരു പോയിന്റ് ക്ലിയർ ചെയ്ത് ഓർത്ത് വെച്ചോണം. രണ്ടിന്റെയും എന്ത് സെയിം ആണ്, കൃതികൾ സെയിം ആണ് അല്ലെ. എക്സ്പോണൻസ് എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 2 × 5 2 എന്ന്. അപ്പൊ 2 × 5 എത്രയാണ്, 10 ആണ് അല്ലെ. 10/2 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ എത്രയും 1 2 0. 10/2 അർത്ഥം എന്താണ്, 1 2 0. അതേപോലെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് ചെയ്യാം, മനസ്സിലാക്കി വരും. ഇനിയുള്ള കണക്കുകൾ മൊത്തം ഈ ഒരു പോയിന്റ് നമുക്ക് എന്താണ് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇത് അതേപോലെ നമ്മൾ ചെയ്ത് നോക്കാം. 25 അല്ലെ. 25 ഏതൊക്കെയാണ്, 5 × 5 ആണ് 25. അത് ആദ്യമേ അങ്ങ് ഓർത്ത് വെക്കാം. 5 × 5 ആണ് നമുക്ക് എന്ന് പറയുന്നത് 25 നമുക്കറിയാം. 5നെ ഏത് സംഖ്യ ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടും, 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ നമുക്ക് അവിടെ ഗുണിക്കൽ ഏതാണ്, 2 ആണ്. ഒരിടത്ത് മാത്രം മതിയോ, പോരാ, 2 അടുത്ത് വേണം. 5 × 2 10, 5 × 2 10. അപ്പൊ ഏത് സംഖ്യ നമുക്ക് ഗുണിക്കേണ്ടത്, 2 × 2 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം, 25 നമുക്ക് എങ്ങനെ എഴുതാം, 5² ആക്കി എഴുതിക്കൂടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് 2/25 നമുക്ക് എങ്ങനെ എഴുതാം, 2/, എത്ര എഴുതാം, 5² എന്ന് എഴുതാം അല്ലെ. 2/, എന്ന് എഴുതാം, 5² എന്ന് എഴുതാം. അത് നമ്മൾ ഏത് സംഖ്യ വിളിക്കേണ്ടത്, 2 × 2 ആണ് വിളിക്കേണ്ടത് അല്ലെ. അപ്പൊ എത്ര, × 2/2. അപ്പൊ അതേ സംഖ്യ നമ്മൾ എവിടെ ഗുണിക്കുക, മുകളിൽ ഗുണിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ഈ കൃതിയുടെ രീതിയിൽ എഴുതണമെന്നില്ല, നേരിട്ട് ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. 2 × 2 എത്രയാണ്, 4 ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, താഴെ നമ്മൾ കൃതിയായിട്ട് എഴുതി, മുകളിൽ അങ്ങനെ എഴുതുന്ന നിർബന്ധമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. 4 എഴുതി. ഇങ്ങനെ നോക്കാം, 2 × 4 എത്ര, 8 അല്ലെ. ഇവിടെ നോക്കാം, 5² × 2² നമുക്ക് എങ്ങനെ എഴുതാം, 5 × 2 എഴുതാം, (² എന്ന് എഴുതാം. സോ നമുക്ക് എങ്ങനെ എഴുതാം, 8/10² എന്ന് എഴുതാം. സോ നമുക്ക് എങ്ങനെ കിട്ടും, 8/100 എന്ന് കിട്ടും. ആൻസർ അപ്പൊ എത്രയാണ്, 0.08. രണ്ട് സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടത്. ഒരു സംഖ്യ ഉള്ളു അല്ലെ. അപ്പൊ ഒരു സ്ഥാനം എന്ത് ഇട്ടാൽ 0 ഇട്ടാൽ മതി. അപ്പൊ 0.08. അതാണ് നമ്മുടെ ആൻസർ. ഇനി അതേപോലെ തന്നെ 13/25 ഇത് നമുക്ക് മാറ്റി എഴുതിക്കൂടെ. അപ്പൊ എങ്ങനെ എഴുതാം, 13/25 നമുക്ക് എങ്ങനെ എഴുതി, 5² അല്ലേ. അതിന് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം, 2² കൊണ്ട് ഗുണിക്കണം. 2² നമുക്ക് എത്രയാണ്, 4 ആണ്. 2² എത്രയാണ്, 4 ആണ്. അപ്പൊ നമുക്ക് കിട്ടും 13 × 4 നമുക്ക് എത്ര കിട്ടും, 52 എന്ന് കിട്ടും അല്ലേ. 13 × 4 നമുക്ക് എത്ര കിട്ടും, 52 എന്ന് കിട്ടും. 5 × 2 എത്ര, 10, 10² എന്നായി. 5 × 2 എത്ര, 10² ആയി. നമുക്ക് ആൻസർ എത്ര വരും, 52/100 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്, 0.52. 0.52 എന്ന് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, 4 നോക്കി, അതിന്റെ ഗുണങ്ങളാക്കി. 2 × 2 ആണ് 4 അല്ലേ. അത് നമ്മൾ 7 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും, 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ 5 × 5 എത്രയാണ്, 25 ആണ്. ആ സംഖ്യയോട് നമ്മൾ എന്ത് മുകളിൽ താഴെ കുറിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 5 × 5 നമുക്ക് എത്ര എഴുതാം, 5² എന്ന് എഴുതാം. അപ്പൊ 2 × 5 എത്ര, 10, 10² എന്ന് എഴുതാം. ഇതേ രീതിയിൽ കൺവേർട്ട് ചെയ്താണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പോയിന്റ് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാം നോക്കാം. ഇനി നമുക്ക് അവിടെ നേരെ അടച്ചു വെച്ചിട്ട് വരാം. ഇനി നോക്കേണ്ട പോയിന്റ് നോക്കി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സംഖ്യ 8/1. അടുത്ത് വരുന്ന സംഖ്യ 8/1. 1/8. ഇത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമുക്കറിയാം 8 10ന്റെ ഗുണികമല്ല, 100ന്റെ ഗുണികമല്ല അല്ലേ. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. 8 നമുക്ക് എങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം. 2 × 2 അല്ലെ. 2നെ 3 പ്രാവശ്യം ഗുണിക്കുമ്പോഴേ നമുക്ക് 8 കിട്ടുന്നത്. അതേപോലെ നമുക്ക് താഴെ അതേപോലെ നോക്കണ്ടേ, 2 എത്ര കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും, 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അതേപോലെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കണം, 3 പ്രാവശ്യം എഴുതി ഗുണിക്കേണ്ടി വരും അല്ലെ. അപ്പൊ 2³ ആണ് 8. നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കാം, 5ന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ, 1/8 ഇൻറ്റു എത്രന്റെ ക്യൂബ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 5ന്റെ ക്യൂബ് അല്ലെ. ഇവിടെ എത്രയാണ്, 5ന്റെ ക്യൂബ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മാറ്റി എഴുതാം. 1 × 5ന്റെ ക്യൂബ് എത്ര, 125 അല്ലേ.
5ന്റെ ക്യൂബ് എത്രയാണ്? 125. ഇങ്ങനെ നേരെ വരിക. 8ന്റെ ക്യൂബ് എത്രയാണ്? 8 എത്രയാണ്? 2ന്റെ ക്യൂബാണ് അല്ലെ? 8ന്റെ ക്യൂബ് അല്ല, 8 എത്രയാണ്? 2ന്റെ ക്യൂബാണ്. 2ന്റെ ക്യൂബ് ഇൻറ്റു 5ന്റെ ക്യൂബ്. ആൻസർ കിട്ടും 125 രണ്ടിടത്തും എക്സ്പോണൻസ് കൃതികൾ എന്താണ്? സെയിം ആണ് അല്ലെ? അപ്പൊ എന്ത് എഴുതാം നമുക്ക്? 2 ഇൻറ്റു 5 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. സമം നമുക്ക് എത്ര എഴുതാം? 125/10 ക്യൂബ് എന്ന് എഴുതാം. 125/10 ക്യൂബ്. 10 ക്യൂബ് എന്ന് അർത്ഥം എത്രയാണ്? ഇവിടെ നമുക്ക് എഴുതുന്നില്ല, ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് എത്രയും സ്റ്റെപ്പുകൾ എഴുതുന്നത്. 125/10 ക്യൂബ് എന്ന് എഴുതാം. 125/10 ക്യൂബിന്റെ അർത്ഥം എത്രയാണ്? 125/1 എത്ര പൂജ്യം ഇടണം? 3 പൂജ്യം. 10 ഇൻറ്റു 10 ഇൻറ്റു 10 1 3 പൂജ്യം ഇടണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 3 സ്ഥാനം മാറ്റണം. 1 2 3 0.125. ഇത്രയും സ്റ്റെപ്പ് എഴുതാൻ കാരണം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ പോയിന്റ് നോക്കുക, ഒന്ന് നോക്കുക. 8 തവണ എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2. പക്ഷെ 2ന്റെ ക്യൂബാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 8 എന്ന് കിട്ടുന്നത്. 2നെ ഏതൊക്കെ സംഖ്യ ഗുണിച്ചാൽ 10 കിട്ടും? 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. 5 നമ്മൾ എത്ര പ്രാവശ്യം ഗുണിച്ചു? 3 പ്രാവശ്യം ഗുണിച്ചു. അപ്പൊ 5ന്റെ ക്യൂബ് കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ 8 ഇൻറ്റു 5 ക്യൂബ്. അപ്പൊ 5ന്റെ ക്യൂബ് നമ്മൾ എവിടെ ഗുണിക്കണം? മുകളിൽ ഗുണിക്കണം. 5ന്റെ ക്യൂബ് എത്രയാണ്? 125. 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 5 എത്ര? 125. അതുകൊണ്ട് നമ്മൾ ഇത് മുകളിൽ ഗുണിച്ചു, താഴെ ഗുണിച്ചു. താഴെ പകരം 5 ക്യൂബ് എന്ന് ഇട്ടു. 8ന്റെ മാറ്റം എങ്ങനെ എഴുതി? 2 ക്യൂബ് എന്നായി. മുകളിൽ രണ്ടിടത്തും കൃതികൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്താണ്? സെയിം ആണ് അല്ലെ? എക്സ്പോണൻസ് എന്താണ്? സെയിം ആണ്. 2 ഇൻറ്റു 5 എത്ര? 10. 10ന്റെ ക്യൂബായിട്ട് എഴുതി. പവർ എന്താണ്? സെയിം ആണ്. 10ന്റെ ക്യൂബായിട്ട് എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 125/1000 എന്ന് കിട്ടും. നമ്മൾ ദശാംശ രൂപത്തിലാക്കുക, ഡെസിമൽ ഫോമിലാക്കുമ്പോൾ എത്ര കിട്ടും? 0.125 എന്ന് കിട്ടും. അടുത്ത ഇതേപോലെ നമ്മൾ അടുത്ത സമീപനം നോക്കാൻ പോവുകയാണ്. ഒന്നേ ബൈ 16. ഇത് നോക്കാം. 16 എന്ന് പറയുമ്പോ നേരത്തെ നോക്കിയ പോലെ നോക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഡൗട്ട് ഉള്ളവർ ഒരേ ഒരു കാര്യം ചെയ്യുക. ഇത് എങ്ങനെ കിട്ടിയും ഡൗട്ട് ഉള്ളവർ ഒരേ ഒരു കാര്യം ചെയ്യുക. 16 നേരെ എന്താക്കിയാൽ മാത്രം മതി? ഘടകങ്ങളാക്കിയാൽ മാത്രം മതി. ഏറ്റവും എളുപ്പം ഇതായിരിക്കും. നമ്മൾ ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. 16 എന്ത് ചെയ്യുക? നേരെ ഘടകങ്ങളാക്കുക. ഘടകങ്ങളാക്കാൻ എന്താണ്? 16 നമുക്ക് 2 കൊണ്ട് ഭാഗിക്കാം അല്ലെ? 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഭാഗിക്കാം. അപ്പൊ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഭാഗിക്കാം. എത്ര കിട്ടും? 2 കിട്ടും. 10. ഇപ്പൊ ഇവിടെ എത്ര പ്രാവശ്യം ഗുണിച്ചു? 4 പ്രാവശ്യം ഗുണിച്ചു. അതേ സിസ്റ്റം തന്നെയാണ് ഞാൻ നേരിട്ട് അങ്ങനെ എഴുതുക. അപ്പൊ ഡൗട്ട് ഉള്ളവരെ എന്ത് ചെയ്യാം? കിട്ടുന്ന സംഖ്യ നേരെ എന്ത് ചെയ്താൽ മതി? ഘടകങ്ങളാക്കിയാൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ നോക്കാം. 16 ഘടകങ്ങളാക്കിയാൽ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പൊ എത്ര പ്രാവശ്യം എഴുതി? 5 കൊണ്ടിരിക്കണം. 4 പ്രാവശ്യം ഗുണിക്കണം. കാരണം എന്താണ്? 2 നമുക്ക് 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുള്ളൂ? 10 എന്ന സംഖ്യ കിട്ടും അല്ലെ? അപ്പൊ എത്ര? 1 2 3 4. 4 പ്രാവശ്യം 2 ഉണ്ട്. അപ്പൊ 5 എത്ര പ്രാവശ്യം എഴുതി തന്നെ ഗുണിക്കണം? 4 പ്രാവശ്യം എഴുതി തന്നെ ഗുണിക്കണം. അപ്പൊ ഇവിടെ നേരെ ചെയ്യാൻ പോവുകയാണ്. 1 ഇൻറ്റു 5 എത്ര പ്രാവശ്യം ഗുണിക്കണം എന്ന് പറഞ്ഞു? 4 പ്രാവശ്യം. 1 2 3 4. അപ്പൊ 5/4. 5/4. അതേപോലെ താഴെ 16 ഇവിടെ മാറ്റി എഴുതുകയാണ്. 2 എഴുതാം. 4 2/4 ഇൻറ്റു എത്ര വരും? 5/4. 5/4 വരും. ഇനി നോക്കാം. 1 ഇൻറ്റു 5/4 എത്രയാണ്? നോക്കാം. ഇവിടെ അറിയാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. 5 ഇൻറ്റു 5 എത്ര? 25. 25 ഇൻറ്റു 5 എത്ര? 125. 125 ഇൻറ്റു 5 എത്ര? 625. അപ്പം 5/4 എത്രയാണ്? 625 ആണ്. താഴെ നോക്കാം. രണ്ടിടത്തും കൃതികൾ എന്താണ്? പവേഴ്സ് എന്നാണ്? സെയിം ആണ് അല്ലെ? അപ്പൊ 2 ഇൻറ്റു 5 നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 5 ദ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. ഇവിടെ പോയിന്റ് വരിക 625/2 ഇൻറ്റു 5 എത്രയാണ്? 10 ആണ്. 10/4. അപ്പൊ ഒന്ന് എത്ര പൂജ്യം വരണം? 4 പൂജ്യം വരണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 625/1 4 പൂജ്യം. 10,000 അല്ലെ? ഇനി നമ്മൾ നോക്കാം. ഇനി ദശാംശം മാറ്റില്ല. എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് ഇടേണ്ടത്? 1 2 3 4. 4 സ്ഥാനം മാറ്റി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അപ്പൊ നോക്കാം. ഇവിടെ എത്ര സംഖ്യയുള്ളൂ? നമുക്ക് 3 സംഖ്യയുള്ളൂ അല്ലെ? അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? സംഖ്യ നമുക്ക് എഴുതാം. 625. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം?
4 സ്ഥാനം മാറ്റി പോയിന്റ് 1, 2, 3 4 ലാസ്റ്റ് സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അവിടെ 0 ഇട്ട് കൊടുക്കുക. ആൻസർ 0.0625.